നമസ്കാരം, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്ന് ഈ കാണുന്ന ഒരു 950 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു പ്ലംബിങ്ങിൻ്റെ വർക്കിൻ്റെ വീഡിയോ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി ഇരിക്കട്ടെ. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പോയി മണ്ണെല്ലാം മാറ്റാൻ ഒരാളെ ഏൽപ്പിച്ച് മണ്ണൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പ്ലംബിങ് ചെയ്യാനായിട്ട് ചെല്ലുന്നത്. ഈ ഒരു വീഡിയോയിൽ വീടിൻ്റെ പ്ലംബിങ്ങിൻ്റെ പുറത്തുള്ള പ്ലംബിങ്ങിൻ്റെ വർക്കുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. വീടിനകത്തുള്ള ക്ലോസറ്റ് ഫിറ്റിങ്, വാഷ് ബേസ് ഫിറ്റിങ്, ടാപ്പുകൾ ഫിറ്റിങ്, സിങ്ക് ടാപ്പ് ഫിറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യാം. വീടിൻ്റെതായിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ, നമ്മൾ പ്ലംബിങ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് 4 PVC, ക്ലോസറ്റിൽ നിന്നുള്ള 4 PVC ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 PVCയിൽ ചെറിയൊരു സോക്കറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. സോക്കറ്റ് അടിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, സോക്കറ്റ് അടിക്കുന്നത് എങ്ങനെ എന്നുള്ളത്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം ഒരു ബോക്സിൽ എൻ്റെ സ്ക്രീനിൽ വരുന്നതാണ്, അവിടെ നിന്നും കാണാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പല ആളുകളും കമൻറ്റിലൂടെ പറഞ്ഞിരുന്നു, നിങ്ങൾ PVC പൈപ്പ് ഒട്ടിക്കാതെയാണ് ഇടുന്നത്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേര് കയറും എന്നുള്ളത്. ഏകദേശം ഒരു 10-12ഓളം വർഷമായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് വർക്കുകളെല്ലാം ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ഒരു വേര് കയറുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്, വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു സോക്കറ്റിനെയോ അല്ലെങ്കിൽ 45ഓ എൽബോ ബെൻഡോ എന്തായിക്കോട്ടെ അടിച്ചങ്ങോട്ട് കറക്റ്റായിട്ട് ഫിറ്റാക്കിങ്ങാണ്ട് ഇരുത്തും. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും അവിടെ ലീക്ക് വരില്ല. ലീക്ക് വരാത്ത കാരണം കൊണ്ട് തന്നെ അവിടെ വേര് കയറി അടയാനുള്ള ഒരു സാധ്യതയും തന്നെ ഇല്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്ലംബിങ് ഇപ്പോൾ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ പിന്നീട് ഒരു സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇതുവരെ അടഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ല, മേ ബി ഒന്ന് അടയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതൊന്ന് ഊരി നോക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടിയല്ല വേറൊരു ഭാഗത്ത് കൂടി മാറ്റി ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇട്ട പൈപ്പുകൾ ആ ജോയിൻറ്റിൽ നിന്നോ 45-ൽ നിന്നോ ബെൻഡിൽ നിന്നോ ടീയിൽ നിന്നോ നമുക്ക് ഊരി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ആ ഫിറ്റിങ്സുകളൊക്കെ പിന്നെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സൗകര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒട്ടിക്കാതെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇടുന്ന 4 പൈപ്പ് ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്ത് നമ്മൾ കുഴിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്ത് കുഴിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ 2 പൈപ്പാണ് ഇടുന്നത്. നമ്മൾ എന്ത് തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ദിനം പ്രതി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഞാൻ അത്ര അപ്ഡേറ്റഡ് ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പല വീഡിയോയിലും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ 90 കാലഘട്ടത്തിലുള്ള വർക്കാണ് എന്നുള്ളത്. നമ്മൾ എന്തൊരു വർക്കായിക്കോട്ടെ, നമ്മൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് നമുക്ക് തോന്നണം. അങ്ങനെ ഒരു ഫാൾട്ട് തോന്നാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ മുമ്പേ ചെയ്തു വന്നിരുന്നതിൽ ഫാൾട്ട് തോന്നിയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലംബിങ്ങിൽ ഇപ്പോൾ നമുക്ക് ഇടാനുള്ളത് ഇനി അടുത്തതായിട്ട് 2 PVC ആണ്. 2 PVC ഇടുന്നതിന് വേണ്ടിയിട്ട് 2 കുഴികൾ എടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ കുളിക്കുന്ന വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കുഴിയും, സിങ്കിൽ നിന്നുള്ളതും വാഷ് ബേസിൽ നിന്നുള്ള നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ വരുന്ന അതിന് ഒരു സെപ്പറേറ്റ് കുഴിയും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു മാനസിക തൃപ്തിക്ക് വേണ്ടിയിട്ട് കൂടി ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ബാത്റൂമിൽ നിന്നും വരുന്ന വെള്ളത്തിൽ മൂത്രമൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ സിങ്കിൽ നിന്നും വാഷ് ബേസിൽ നിന്നും വരുന്നതിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരൊറ്റ കുഴിയിൽ ചെന്ന് ചേരണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിലും, അതേപോലെ തന്നെ ഈ ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റിൽ നമ്മൾ ഈ കുളിക്കുന്ന വെള്ളം, സോപ്പ് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ സോപ്പ് വെള്ളം ചെന്നിട്ട് വേസ്റ്റ് ഒന്നും അങ്ങനെ ദ്രവിച്ച് പോകില്ല സോപ്പ് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 2 കാരണം കൊണ്ടാണ് നമ്മളിത് അങ്ങനെ 2ഉം ഒറ്റ കുഴിയിലേക്ക് ഇടാത്തത് കിട്ടും. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ബാത്റൂമിൽ നിന്നുള്ള കുളിക്കുന്ന വെള്ളവും ടോയ്ലറ്റിൽ നിന്നുള്ള 4 PVCയും അങ്ങനെ ഒറ്റ കുഴിയിലേക്ക് ഇട്ടിരുന്നു. പിന്നീട് അങ്ങനെ കാലക്രമേണ ഇത് മാറ്റം വരുത്തി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 4 PVC ഇട്ട അതേപോലെ തന്നെയാണ് ഈ 2 PVCയും നമ്മൾ ഇടുന്നത്, ഒട്ടിക്കുന്നില്ല. ഇതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. പ്രഷർ വരുന്ന ഭാഗങ്ങളിൽ മാത്രം, അതായത് ടാങ്കിലേക്ക് ചെല്ലാനുള്ള മോട്ടോറിൻ്റെ പൈപ്പും ടാങ്കിൽ നിന്ന് ഇറങ്ങാനുള്ള സപ്ലൈ പൈപ്പും മാത്രമേ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പ്രഷർ വരുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഒട്ടിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 PVCയും നമ്മൾ ഒട്ടിക്കാത്തത്. ഒരു വീടിൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്ക് മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂർ ലെങ്ത്തുള്ള വീഡിയോ എങ്കിലും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മെയിനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ 2 ഇഞ്ചിൻ്റെയും 4 ഇഞ്ചിൻ്റെയും PVC ഇട്ടതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് സ്ലോപ്പൊക്കെ കറക്റ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം കുറച്ച് മേലെ കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ ബാക്കിയുള്ള പ്ലംബിങ്ങിൻ്റെ പൈപ്പുകൾ ഇടുന്നത്. അതായത് ടാങ്കിലേക്ക് വെള്ളം മോട്ടോറിൽ നിന്ന് ചെല്ലാനുള്ള പൈപ്പും ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സപ്ലൈ പൈപ്പും ഈ ഒരു പൈപ്പ് ഇട്ടതിൻ്റെ മേലെ കൂടിയാണ് ഇടുന്നത്. ഇതിലിപ്പോൾ മോട്ടോറില്ല, മോട്ടോറുണ്ട്, നമ്മൾ ചിമ്മിനിയുടെ നേരെ അടുത്തായിട്ട് തന്നെ വെക്കുന്നതാണ്. ഒരു ടാങ്കിൽ നിന്നാണ് മുകളിലേക്കാണ് എടുക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ വെള്ളമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത്. അപ്പോൾ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ മീറ്റർ ഫിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ മീറ്ററിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഭാഗം അത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അങ്ങനെ ഏകദേശം പൈപ്പിടലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മണ്ണിട്ട് മൂടാം എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്ലംബിങ്ങിൻ്റെ പൈപ്പ്, ഈ വാട്ടർ പൈപ്പുകളൊക്കെ എല്ലാം നമ്മൾ വെള്ളം വിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മണ്ണിട്ട് മൂടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമുകൾക്കൊക്കെ സെപ്പറേറ്റ് വാൾവുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിൽ നിന്നും വരുന്ന പൈപ്പിലും ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ടാങ്ക് വെച്ചിട്ട് ആ ടാങ്കിലേക്ക് ഒരു മോട്ടോർ വെച്ച്, ഒരു മോണോബ്ലോക്ക് മോട്ടോർ വെച്ച് അതിൽ നിന്ന് മുകളിലേക്ക് അടിക്കുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ പ്ലംബിങ് ചെയ്തിട്ടുള്ളത്. ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പാണ്. ടാങ്കിലേക്ക് വെള്ളം ചെല്ലാനുള്ളതാണ് ഈ ഒരു 1 ഇഞ്ച് വലത് സൈഡിലായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ടാങ്ക് കൂടി വാങ്ങാനുണ്ട്. അതുപോലെ ഒരു മോട്ടോർ വാങ്ങിയിട്ട് മോട്ടോർ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ബാക്കി വർക്കുകൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.